മകളെ, ജെറൂസലേമിൽ നിന്ന് 3 മിനിറ്റ് പ്രാർത്ഥനാ ലൈനിലേക്ക് ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ധാരാളം മക്കൾ ഇത് ശ്രവിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കർത്താവ് നിൻ്റെ കണ്ണുനീര് തുടച്ചു മാറ്റും. കർത്താവ് നിൻ്റെ നിയോഗങ്ങൾ സഫലമണിയിക്കും. കർത്താവ് നിൻ്റെ സഹോദരനോടൊപ്പം നിന്നെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ദൈവമായ കർത്താവാണ് പറയുന്നത്, നിൻ്റെ കണ്ണുനീരിൻ്റെ ചരിത്രത്തിലേക്ക്, നിൻ്റെ വേദനയുടെ ചരിത്രത്തിലേക്ക് ഈ രാത്രിയിൽ ഞാൻ കടന്നു വരികയാണ്. ഓരോ ഹൃദയങ്ങളെയും തൊടുവാനും ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാനുമായിട്ട് ഇതാ യേശു നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. കർത്താവിൻ്റെ വചനം തരുന്നു. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം. പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ. മകളെ, പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും പങ്കുവെച്ചും ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുമ്പോൾ സ്വർഗം നമ്മെ നോക്കി പുഞ്ചിരിക്കും. മറ്റൊരാൾക്ക് സഹായത്തിന് അർഹതയുണ്ടെന്നറിഞ്ഞാൽ, സാധിക്കുമെങ്കിൽ ആരും അറിയാതെ സഹായം കൊണ്ടു ചെന്ന് കൊടുത്താൽ അത് വലിയ അനുഗ്രഹമാണ്. ഒരു കുഞ്ഞു പോലും അറിയാതെ ആ സഹായം അർഹിക്കുന്ന ആൾക്ക് ആ സഹായം എത്തിക്കുമുണ്ടല്ലോ. എന്തൊരു സന്തോഷമായിരിക്കും. സഹായം സ്വീകരിച്ച വ്യക്തികൾ നമ്മൾ വിചാരിച്ചതുപോലെ പെരുമാറാതെ വന്നാൽ കണക്ക് പറഞ്ഞ് അവരെ ചെറുതാക്കരുത്. ആരാണ് സഹായിച്ചത് എന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ സഹായിച്ചാൽ അവരാണ് ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുന്നത്. ഇന്ന് തീർച്ചയായിട്ടും അനേക മക്കളുടെ കണ്ണും കാതും സമ്പത്തും പ്രശസ്തിയും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നവർ ഈ സമൂഹത്തിലുണ്ട്. വാരിക്കൂട്ടി സമ്പാദിക്കുന്നതിനേക്കാൾ വലിച്ചു വാരി കൊടുക്കുന്നവരായി തീരുക. അവരെയാണ് കർത്താവ് സൂക്ഷിച്ചു നോക്കുന്നത്. ദൈവം നമുക്ക് തന്നതിൻ്റെ ഇരട്ടി കൊടുക്കാൻ തയ്യാറാകാം. കർത്താവിൻ്റെ വലിയ സ്നേഹം കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയട്ടെ. പരസ്പരം ഭാരം വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം നമുക്ക് പൂർത്തിയാക്കാം. ആശ്വാസപൂർണമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതാ യേശു നിൻ്റെ മുമ്പിൽ കരമുയർത്തി നിൽക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും എല്ലാ രോഗികളോടും പ്രാർത്ഥനാ സഹായം തേടിയിട്ടുള്ള സർവ്വ മക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.